ഇത് ബ്രെസ കാറിൻ്റെ സ്റ്റീരിയോ എങ്ങനെ ഇളക്കാൻ പറ്റുമെന്നുള്ളൊരു വീഡിയോ ആണ്. കാറിൻ്റെ സ്റ്റീരിയോയിൽ ഇളക്കുന്നതിന് മുമ്പേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് 3 പാർട്ടായിട്ടാണ് വരുന്നത്. ഇത് AC വെൻ്റ്, അതാണ് സ്റ്റീരിയോ, ഈ ഐറ്റം ഹസാർഡ് സ്വിച്ച്. അപ്പോൾ ഈ ഒരു അസംബ്ലി ആണ് നമ്മൾ ആദ്യം ഇളക്കാൻ പോകുന്നത്. അതിനുശേഷം ഇതും നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഐറ്റത്തിനെ മുഴുവൻ ഇതിനകത്ത് ഫ്രെയിമിനകത്ത് അല്ലെങ്കിൽ ഡാഷിനകത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് ഈ ഒരു റിങ് പോലത്തെ ഈ ഐറ്റമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. ഇത് നോർമലി നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വല്ലതും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇളകി വരും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാണുന്ന പ്ലാസ്റ്റിക് ഒക്കെ വളരെ ഈസി ആയിട്ട് ഡാമേജ്ഡ് ആവും. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്, സ്റ്റീരിയോ റിമൂവൽ ടൂൾ. വളരെ നല്ല ക്വാളിറ്റി ഒന്നും പറയാനില്ല, പക്ഷേ ഇതിനകത്ത് സ്ക്രാച്ച് വീഴാതെ നമുക്ക് സ്റ്റീരിയോ ഇളക്കാൻ എന്തായാലും സഹായിക്കും. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് ഇന്ന് ഇത് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ ഭാഗത്തുനിന്ന് ഇളക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇവിടെയുള്ള 2 ക്ലിപ്പുകൾക്ക്, അതായത് ഇതിനകത്ത് കയറി വലുതായിട്ട് മുറുകിയിരിക്കുന്ന 2 ക്ലിപ്പുകളല്ല ഇവിടെ 2 എണ്ണം ഉള്ളത്. ഇതുകൊണ്ട് നമുക്ക് ഇതിനെ ആദ്യം ഇളക്കാൻ നോക്കാം. ഈ ഇടയിലേക്ക്, ഇതിൻ്റെ 2ൻ്റെ ഇടയിലേക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. ഗ്യാപ്പ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ടൂളിന് ഞാൻ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതിനെ ഈസി ആയിട്ട് ഇങ്ങനെ പുള്ളി ചെയ്തെടുക്കാൻ പറ്റും. കണ്ടു? കഴിയുന്നൊന്ന് ഫോഴ്സ് യൂസ് ചെയ്യരുത്. കാരണം ഇതെല്ലാം വളരെ ഫ്രജൈലായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ എപ്പോഴും ഈ ടൂള് വെച്ചിട്ട് തന്നെ ഇളക്കാൻ ശ്രമിക്കുക. എപ്പോഴും പ്രഷർ വരേണ്ടത് ആ പോയിന്റിലാണ്. ഏകദേശം ഇളകിയിട്ടുണ്ട്. കൂടെ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ ഫ്രെയിം മൊത്തമായിട്ട് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇളക്കാൻ പോകുന്നത് ഈ ഐറ്റമാണ്. കാരണം ഇതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നിൽ നമുക്കിതിനെ ഊരിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇളക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ശരിക്കും ഇവിടെ ഇതിൻ്റെ താഴെയാണ് അതിൻ്റെ മെയിൻ ക്ലിപ്പ് ഉള്ളത്. ഇത് താഴെ മേളിലുമായിട്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഇതിനെ ഇവിടെ വെക്കാം. കണ്ടു, ഇത് ഇളകി വന്നിട്ടുണ്ട്. ഇത് ഊരുന്നതിന് മുമ്പേ ഒരു കാര്യം ശ്രദ്ധിക്കാനാണ്. ഇവിടെ ഒരു ചെറിയൊരു ലോക്കുണ്ട്. ഈ ലോക്ക് പ്രസ് ചെയ്തിട്ട് വേണം ഈ വയർ വലിച്ചൂരാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ആ ലോക്ക്. നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇത് ഏകദേശം ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുത്തെ ക്ലിപ്പുകൾ ഇവിടെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഭാഗത്തുള്ള ക്ലിപ്പുകളെ പതിയെ പുഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് രണ്ടും നമ്മുടെ ഫ്രണ്ടിലെ AC വെൻ്റാണ്. ഓക്കെ, ഇനി സ്റ്റീരിയോ ഊരാനായിട്ട് ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. സ്ക്രൂ അൺസ്ക്രൂ ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ. ഈ 2 സ്ക്രൂ ഞാൻ അൺസ്ക്രൂ ചെയ്യണം. വളരെ ചെറിയ ക്യാവിറ്റി ആയത് കാരണം സ്ക്രൂ കയ്യിൽ നിന്ന് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. പതുക്കെ സൂക്ഷിച്ച് ആ സ്ക്രൂ
കയ്യിലെടുക്കാൻ ശ്രമിക്കണം. ഈ 2 സ്ക്രൂ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മേലത്തെ എടുത്ത പോലെ താഴെയും ജസ്റ്റ് ചെറിയൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇളകി വരും. ഇതാണ് സ്റ്റീരിയോ. നമുക്കിതിനെ കണക്റ്റേഴ്സ് ഊരാം. ഓരോന്നിനും ഓരോ സൈഡിൽ ലോക്ക് ഉണ്ടാവും. ആ ലോക്ക് എവിടെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മളത് വലിച്ചൂരാൻ. ഇതെല്ലാം ഈസി ആയിട്ട് ഇളകി വരേണ്ടതാണ്. അതുകൊണ്ട് ഇൻ കേസ് വന്നില്ലെങ്കിൽ കൂടുതൽ പ്രഷർ കൊടുക്കരുത്. ചിലപ്പോൾ നമ്മുടെ പ്രസ് ചെയ്തിരിക്കുന്ന സൈഡിലുള്ള ലോക്ക് റിലീസ് ആവാത്തത് കൊണ്ടായിരിക്കാം അത് നേരെ വരാത്തത്. ഓക്കെ, ഞാനിതിപ്പോൾ എല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. സോ ഇതാണ് മെയിൻ കണക്റ്റർ. ഇത് ക്യാമറയാണ്, ഇത് ആൻറ്റിന, ഇത് GPS, ഇത് മൈക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിനകത്തൊരു മൈക്ക് ഉണ്ട് ഡ്രസ്സിൽ. ഇത് USB ആണെന്ന് തോന്നുന്നു. സോ ഇതാണ് ബ്രസസ് സ്റ്റീരിയോ. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഓൾറെഡി ഇതിനകത്തൊരു പിൻ നമ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ബാറ്ററി അല്ലെങ്കിൽ കണക്ടർ ഊരുന്നതിന് മുമ്പേ ആ പിൻ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കുറിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ ഇത് തിരിച്ചു കുത്തുന്ന സമയത്ത് പിൻ സെക്യൂരിറ്റി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിൻ നമ്പർ ചോദിക്കും. പിന്നെ അത് പിൻ നമ്പർ കൊടുത്താലേ സ്റ്റാർട്ട് ആവത്തുള്ളൂ. സോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.